ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുകേഷ്. അപ്പോൾ നമ്മളെല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷാ ചൂടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്പം കാഠിന്യം കൂടിയ ഡിഗ്രി ലെവൽ തലത്തിലുള്ള ഒരു PSC പരീക്ഷയാണ്. അപ്പം ആ PSC പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിനും അത്തരത്തിലുള്ള ഒരു കാഠിന്യത അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മുന്നിൽ കാണണം. നമുക്കറിയാം നിരവധി ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉയർന്ന തലത്തിലുള്ള പരീക്ഷകളായിട്ടുള്ള KAS, അതും അല്ലെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് ബജറ്റ് എന്നത്. ഇപ്പം നമുക്കറിയാം ഫെബ്രുവരി 1 2025 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ സെൻട്രൽ ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അപ്പം ഈ ബജറ്റുമായിട്ട് നടന്ന പ്രക്രിയകളും വാർത്തകളുമെല്ലാം നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ബജറ്റിൽ നിന്ന് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണ്, ആ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലേക്കുള്ള ടോപ്പിക്കുകളുടെ വിശകലനങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ബജറ്റിൽ നിന്നുള്ള ടോപ്പിക്കുകളുടെ വിശകലനങ്ങളുമാണ് നമ്മൾ ഈ സെഷനിൽ നടത്താൻ പോകുന്നത്. വെൽക്കം ഓൾ ടു ബജറ്റ് 2025-26. ആദ്യമായിട്ട് ബജറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ബജറ്റ് എന്നറിയണം. ഈ ബജറ്റിന് ഭരണഘടനയിൽ ബജറ്റ് എന്നല്ല നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്, പകരം ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഭരണഘടനയിൽ ബജറ്റിനെ പ്രതിപാദിക്കുന്നത്. ഏത് ആർട്ടിക്കിളാണ് ഈ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ ആർട്ടിക്കിൾ 112 പ്രകാരമാണ് ബജറ്റിനെ പറ്റി, അതായത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. എന്താണ് ബജറ്റ്? ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിലെ, നമുക്കറിയാം ഏപ്രിൽ 1 to March 31 ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ബജറ്റ് ഈ ഒരു സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ 1 to March 31 വരെയുള്ള സാമ്പത്തിക വർഷത്തെ സർക്കാരിൻ്റെ കണക്കാക്കിയ ചെലവുകളും വരുമാനവും ഉൾക്കൊള്ളുന്ന പ്രമാണമാണ്. അതായത് നമുക്ക് ബജറ്റ് അവതരിപ്പിച്ചത് ഫെബ്രുവരി 1 2025 നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ 2025 ഫെബ്രുവരി 1 എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഫൈനാൻഷ്യൽ ഇയറിലാണ്? 2024-25 ഫൈനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ 2025-26 ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി കണക്കാക്കുകയാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നിന്നുകൊണ്ട് ഇനി വരാൻ പോകുന്ന, അതായത് 2025 ഏപ്രിൽ 1 to March 31 എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള റവന്യൂസും എക്സ്പെൻഡിച്ചേഴ്സും ഉൾക്കൊള്ളുന്ന പ്രമാണമാണ് ബജറ്റ് എന്നത്. അപ്പോൾ നമുക്കറിയാം ബജറ്റിൻ്റെ ആർട്ടിക്കിൾ 112 ബജറ്റിൻ്റെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന നാമം ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. എന്താണ് ബജറ്റ് എന്ന് പറഞ്ഞു? എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള റവന്യൂസും എക്സ്പെൻഡിച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണമാണ് ബജറ്റ്. ഇനി 2025-26 ബജറ്റിൻ്റെ പ്രമേയം. അപ്പം നമ്മുടെ ഈ ബജറ്റിൻ്റെ നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഈ ബജറ്റിൻ്റെ തീമായിട്ട് പ്രസൻറ്റ് ചെയ്തത് സബ്കാ വികാസ് എന്നതാണ്. ബജറ്റിൻ്റെ 2025-26 ബജറ്റിൻ്റെ തീമാണ് സബ്കാ വികാസ്. നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിലേറ്റ് കുറച്ച് നാളുകൾക്ക് ശേഷം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു നാമമാണ്, ഒരു തീമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പോൾ ഈ സബ്കാ സാത്ത് സബ്കാ വികാസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സബ്കാ വികാസ് ആണ് 2025-26 ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി സബ്കാ വികാസ് ആണ് തീം എന്നത്. സബ്കാ വികാസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തിനെയാണ്. അത് അഗ്രികൾച്ചർ സെക്ടർ ആയിക്കോട്ടെ, ലേബർ റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് സെക്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹെൽത്ത് ആയിക്കോട്ടെ, ഏത് മേഖലയിലും എല്ലാ മേഖലയിലും ഉള്ള സമഗ്രമായ വികസനത്തിനെയാണ് നമ്മൾ സബ്കാ വികാസ് എന്നതുകൊണ്ട് ബജറ്റിൻ്റെ തീമായിട്ട് പ്രതിപാദിക്കുന്നത്. സബ്കാ വികാസ് ഉൾക്കൊള്ളിച്ച നമ്മുടെ ഈ ബജറ്റിൻ്റെ ലോങ് ടേം ഗോൾ എന്താണ്? അതായത് നമ്മുടെ ബജറ്റിൻ്റെ ലോങ് ടേം ഗോളാണ് വികസിത ഭാരത് 2047. നമുക്കറിയാം 1947 ഇൻഡിപെൻഡൻസ് നമുക്ക് ലഭിച്ചിരുന്നു. ഏകദേശം 100 വർഷം കണക്കാക്കിയാണ് 2047 എന്ന ഒരു ഇയർ ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ 2047 നമ്മളൊരു ഡെവലപ്ഡ് നേഷനായി മാറുക,
ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് മാറുക, ഒരു വികസിത രാജ്യമായിട്ട് മാറുക എന്നതാണ് നമ്മുടെ ലോങ് ടേം ഗോളായിട്ട് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബജറ്റിൻ്റെ തീം ഓർത്തിരിക്കുക, സബ്കാ വികാസ് എന്നതാണ്. ബജറ്റിൻ്റെ സബ്കാ വികാസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ രാജ്യം 2047 വികസിത രാജ്യമായിട്ട് മാറുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. വികസിത ഭാരതിൻ്റെ ലക്ഷ്യങ്ങളാണ് ഞാൻ മുമ്പേ ചുരുക്കി ഒന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള വികസിത ഭാരതിൻ്റെ നമ്മുടെ ലോങ് ടേം ഗോൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സെക്ടേഴ്സിലാണ് നമുക്ക് ഈ ഗോള് അച്ചീവ് ചെയ്യാനുള്ളത്? ആദ്യം നോക്കാം. ദാരിദ്ര്യ വികസനം, പോവർട്ടി അലീവിയേഷൻ. 100% പോവർട്ടി അലിവേറ്റ് ചെയ്യുക, 100% ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോളായിട്ട് കാണുന്നത്. നെക്സ്റ്റ് എന്താണ്? എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്താണ് ഗോളായിട്ട് വെക്കുന്നത്? 100% നിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസമാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ സബ്കാ വികാസുമായിട്ട് അല്ലെങ്കിൽ വികസിത ഭാരതുമായിട്ട്, സബ്കാ വികാസ് അല്ല വികസിത ഭാരതുമായിട്ട് ബന്ധപ്പെട്ട ഗോളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി എന്താണ്? ആരോഗ്യം, അതായത് ഹെൽത്ത് സെക്ടർ. ഹെൽത്ത് സെക്ടറിൽ ഉയർന്ന നിലവാരമുള്ളതും സമഗ്രവുമായിട്ടുള്ള, അതായത് ഹൈ സ്റ്റാൻഡേർഡിലും ഹൈ ക്വാളിറ്റിയിലും അഫോർഡബിളുമായിട്ടും ഇൻക്ലൂസീവായിട്ടും ഉള്ള ഒരു ഹെൽത്ത് സെക്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ വികസിത ഭാരതിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. അടുത്ത എന്താണ്? എംപ്ലോയ്മെൻറ്റ്. 100% വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിന് നിരവധി സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീംസുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 100% സ്കിൽഡ് ലേബേഴ്സ് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചെടുക്കുക എന്നതാണ് ഈ വികസിത ഭാരതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എന്താണ്? വിമൻ എംപവർമെൻറ്റ്. 70%-ഓളം വിമൻ എന്തിനെയാണ്, സ്ത്രീകളെ എങ്ങോട്ടാണ് ഉൾക്കൊള്ളിക്കുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് സ്ത്രീകളെ ആനയിക്കുക. അതായത് 70%-ഓളം എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്ടറിലോട്ടൊക്കെ സ്ത്രീകളുടെ പ്രാമുഖ്യം നമ്മളവിടെ ഉറപ്പാക്കുക എന്നതാണ് അടുത്ത ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഇനി എന്താണ്? ലോകത്തിൻ്റെ തന്നെ ഒരു ഫുഡ് ബാസ്ക്കറ്റായിട്ട് ഇന്ത്യ മാറുക എന്നതാണ് നമ്മുടെ വികസിത ഭാരതമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ്ങിലേക്കൊക്കെയുള്ള ഒരു 100% FDI നമ്മളുണ്ട്. അതായത് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടേഴ്സിലൊക്കെ 100% FDI ആണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി മേഖലയിൽ സമഗ്രമായ ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ലോങ് ടേം ഗോൾ എന്നത്? നമ്മുടെ ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ ഒരു ഫുഡ് ബാസ്ക്കറ്റായിട്ട് മാറുക എന്നതാണ് ഈ വികസിത ഭാരതിൻ്റെ മറ്റൊരു ലക്ഷ്യം. അപ്പോൾ നമ്മൾ വികസിത ഭാരതിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ബജറ്റിലേക്ക് കടക്കാം. ബജറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബജറ്റിൻ്റെ ചെറിയ ഒരു ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മുടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് 1860 സമയത്താണ്. നമുക്കറിയാം 1857 എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ആ വർഷത്തിലാണ് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിക്കുന്ന റിവോൾട്ട് ഓഫ് 1857 നടക്കുന്നത്. സപ്പോയ് മ്യൂട്ടിനി, ശിപ്പായി ലഹള എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. 1857 അങ്ങനെ ഒരു റിവോൾട്ട് നടക്കുകയുണ്ടായി. ആ റിവോൾട്ടിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയാണ് പിന്നീടാണ് ലോർഡ് കാനിങ് ഒക്കെ വൈസ്രോയി ആയിട്ട് വരുന്ന സമയമാണ്. ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് കാനിങ് ആദ്യമായിട്ട് വൈസ്രോയി എന്ന നാമകരണം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1857 റിവോൾട്ടിന് ശേഷം ഇന്ത്യ വളരെയധികം ഫൈനാൻഷ്യലി അൺസ്റ്റേബിൾ ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് 1860 അടുക്കുമ്പോൾ ഇൻകം ടാക്സ് എന്നൊരു ഐഡിയ ജെയിംസ് വിൽസൺ മുന്നോട്ട് വയ്ക്കുന്നു. ഇൻകം ടാക്സിൻ്റെ ഐഡിയ ജെയിംസ് വിൽസൺ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഇൻകം ടാക്സിലൂടെ ടാക്സ് പിരിച്ച് ഇന്ത്യയെ വീണ്ടും ഒന്ന് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കി മാറ്റാം എന്നൊരു നിർദ്ദേശം അങ്ങനെ വയ്ക്കുകയാണ്. അപ്പം ഇൻകം ടാക്സ് എന്നൊരു ഐഡിയ ആദ്യമായിട്ട് പ്രൊപ്പോണ്ട് ചെയ്ത ആരാണ്? ഇന്ത്യയിൽ ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഫൈനാൻസ് മെമ്പർ ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി ബജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് ജെയിംസ് വിൽസൺ. അദ്ദേഹം 1860 ബജറ്റ് അവതരിപ്പിച്ചത്. അദ്ദേഹം അന്നത്തെ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഫൈനാൻസ് മെമ്പർ ആയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് RK ഷൺമുഖം ചെട്ടി എന്ന ഒരു പേര് നമുക്ക് പറയാൻ കഴിയണം. 1947 നവംബർ 26 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായ ബജറ്റ് RK ഷൺമുഖം ചെട്ടി അവതരിപ്പിക്കുന്നത്. ഇതിൽ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. 1946 നമുക്കൊരു ഇൻ്ററിം ഗവൺമെൻറ് വരുന്നുണ്ട്. ആ ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ ബേസിൽ 1947 ഫെബ്രുവരി മാസത്തിൽ ഒരു ബജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ലിയാഖത്ത് അലി ഖാൻ. അപ്പോൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഇൻ്ററിം ബജറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ലിയാഖത്ത് അലി ഖാനാണ് 1947 ഫെബ്രുവരി മാസത്തിൽ ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പം 1947 ആഗസ്റ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടുള്ള ബജറ്റ് ആരാണ് അവതരിപ്പിച്ചത് എന്നായിരിക്കും 90% ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് RK ഷൺമുഖം ചെട്ടി. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിനു മുമ്പ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ബജറ്റ് അവതരിപ്പിച്ചത് ലിയാഖത്ത് അലി ഖാനാണ്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് 1947 നവംബർ 26 ആദ്യമായിട്ടുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് 1860 അത് ജെയിംസ് വിൽസൺ ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി അടുത്ത എന്താണ്, ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ 2025-26 സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന എന്നത്. എന്താണ് പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന എന്നത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു ചോദ്യമായിരിക്കും, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രധാനമന്ത്രി ധനധാന്യ യോജന ഈസ് റിലേറ്റഡ് ടു വിച്ച് സെക്ടർ എന്നൊരു ചോദ്യമായിരിക്കും നമ്മൾ ആദ്യമായിട്ട് അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പം ഒരു സംശയമില്ലാതെ പറയണം, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന എന്നത്. അതായത് ഗവൺമെൻറ് കാർഷിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളെ ആദ്യം തിരഞ്ഞെടുക്കുന്നു. ഈ 100 ജില്ലകളിലേക്കും കാർഷിക ഉൽപാദനത്തിൽ മുന്നോട്ട് കുതിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതായത് ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളായിക്കോട്ടെ, നാണ്യ വിളകൾക്ക് കൊടുക്കുന്ന ഹെൽപ്പ് ആയിക്കോട്ടെ, മറ്റ് സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലായിക്കോട്ടെ, കോർഡിനേറ്റ് ചെയ്യുന്നതിലായിക്കോട്ടെ, എല്ലാ രീതിയിലും ഈ 100 വില്ലേജുകളിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വെച്ച ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന എന്നത്. ഇനി എന്താണ് അടുത്ത പോയിന്റ്? എന്താണ് വൈവിധ്യമാർന്ന വിളകൾ? ഒരേ തരത്തിലുള്ള വിളകളല്ല ഈ ഒരു സ്കീം മുന്നോട്ട് വയ്ക്കുന്നത്. വൈവിധ്യമായിരുന്ന, അതായത് വ്യത്യസ്ത തരത്തിലുള്ള വിളകൾ, അതായത് പൾസസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് ആണ്, വിളകളാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? കർഷകർക്കുള്ള ധനസഹായം ഉറപ്പാക്കൽ. നമ്മൾ പറഞ്ഞു 100 വില്ലേജിനെ നമ്മൾ 100 ജില്ലകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട്സ് ആണ്, 100 ഡിസ്ട്രിക്ട്സ് ആണ്. അപ്പോൾ ഈ 100 ജില്ലകളിലും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടുവാൻ വേണ്ടി അവർക്ക് കൃത്യമായിട്ടുള്ള ധനസഹായങ്ങൾ സ്കീം വഴിയും ഗ്രാൻഡ് വഴിയും സബ്സിഡി വഴിയും എല്ലാം ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന എന്നത്. പിന്നെ എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം? എന്താണ്? 1.7 crores ഫാമേഴ്സിനെ ഇന്ത്യയിലേക്ക് നിർമ്മിച്ചെടുക്കുക. 1.7 കോടി കർഷകർക്ക് സഹായം നൽകി അവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം കൂട്ടുക, അതായത് അവരുടെ വരുമാനം കൂട്ടുക എന്നതുകൂടി ഈ ഒരു പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജനയുടെ ഒരു എയിമായിട്ടുണ്ട്. ലോങ് ടൈം ഗോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യ ഒരു ഫുഡ് ബാസ്ക്കറ്റാക്കി മാറ്റുക എന്നത്. അടുത്തതായിട്ട് ഈ ഒരു ബജറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സ്കീമാണ്, ഒരു സ്കീമല്ല, ഒരു ബജറ്റിലെ ഒരു പ്രത്യേക ഫാക്ടറാണ് മഖാന ബോർഡ്. ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മേഖലയിൽ നിന്ന്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക. മഖാന ബോർഡ്, അതായത് മഖാന ഉൽപ്പാദനം, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് മഖാന ബോർഡ് സ്ഥാപിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഈ ബജറ്റിൽ ഒരു പ്രത്യേക സംസ്ഥാനത്ത് മഖാന ബോർഡ് സ്ഥാപിക്കുന്നുണ്ട് എന്ന് പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അത് ഏത് സംസ്ഥാനത്താണ് എന്നതായിരിക്കും ഒരു 90% ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. ബാക്കി നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. മഖാന എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. മഖാന എന്ന് പറയുന്നത് ഫോക്സ് നട്ട് എന്ന് പറയാറുണ്ട്.
താമര വിത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇത് ഒരു നട്ട്സിൻ്റെ വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. അപ്പോൾ ഈ ഫോക്സ് നട്ടിൻ്റെ ഉൽപാദനം, അതുപോലെ തന്നെ പ്രോസസ്സിങ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഖാന ബോർഡ് ഒരു സ്റ്റേറ്റിൽ സ്ഥാപിക്കുവാൻ പോകുന്നു എന്ന് നമ്മൾ ബജറ്റിൽ കണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, 2022 മിഥില മഖാന എന്ന് പറയുന്ന ഒരു മഖാന വെറൈറ്റിക്ക് GI ടാഗ് കിട്ടുകയുണ്ടായി. അപ്പം മിഥില മഖാന ബീഹാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മഖാന വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ബീഹാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മഖാന വെറൈറ്റിയാണ് മിഥില മഖാന എന്നത്. 2022 GI ടാഗ് മിഥില മഖാനയ്ക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ലോജിക്കലി എത്താം, ബീഹാറിലാണ് മഖാന ബോർഡ് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളല്ല, മഖാന ബോർഡ് സ്ഥാപിക്കുന്നുവെന്ന് ബജറ്റിൽ പ്രതിപാദിക്കുന്നത്. അപ്പം മഖാന ബോർഡ് ഏത് സംസ്ഥാനത്താണ് വരുന്നത് എന്നൊരു ചോദ്യത്തിന് ബീഹാറാണ് ഉത്തരം. മിഥില മഖാന ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൻ്റെ ഉത്തരം ബീഹാറാണ്. മിഥില മഖാനയ്ക്ക് GI ടാഗ് ലഭിച്ച വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ 2022. അപ്പോൾ ഇത്രയാണ് മഖാന ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി 2025-26 മീഡിയം സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ കാറ്റഗറിയിൽ ഇത്രയും പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ ഈ MSME സെക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറും അനുസരിച്ചാണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേൺ ഓവറും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് മൈക്രോ ആണ്, മീഡിയം ആണ്, സ്മോൾ ആണ് എന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ബജറ്റിൽ ഇതിൻ്റെ പരിധി കൂട്ടുകയുണ്ടായി. ഇൻവെസ്റ്റ്മെൻറ്റ്, ടേൺ ഓവർ. മൈക്രോ എന്ന വിഭാഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് 1 കോടിയാണ്. അതിപ്പോൾ 2.5 കോടി വരെ ആവാം എന്നതാണ് ആദ്യത്തെ ചേഞ്ച് വന്നത്. ഇനി ടേൺ ഓവർ എത്രയായിരുന്നു? 5 കോടിയാണ്. 5 കോടി ഇപ്പോൾ 10 കോടി വരെ ആയിട്ടുണ്ട്. അപ്പോൾ മൈക്രോ എന്ന് പറയുന്നത് ഇപ്പോൾ 2.5 കോടി മുതൽ 2.5 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 10 കോടി ടേൺ ഓവറുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സ്മോളിൽ എന്താണ് മാറ്റം വന്നത്? സ്മോള് എന്നതിൻ്റെ നിക്ഷേപ പരിധി 10 കോടി ആയിരുന്നു, ഇപ്പോൾ അത് 25 കോടി വരെ ആയിട്ടുണ്ട്. സ്മോൾ എന്നതിൻ്റെ ടേൺ ഓവർ പരിധി 50 ആയിരുന്നു, ഇപ്പോൾ അത് 100 കോടി വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 25 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 100 കോടി ടേൺ ഓവറുമാണ് ഇനി നമ്മൾ സ്മോൾ കാറ്റഗറീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്? മീഡിയം എൻ്റർപ്രൈസസ് നേരത്തെ 50 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 250 കോടി ടേൺ ഓവറുമായിരുന്നു. 50 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് 125 കോടിയായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ 250 കോടി ടേൺ ഓവർ എന്ന് പറയുന്നത് 500 കോടി രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ മീഡിയം കാറ്റഗറൈസേഷൻ ഇപ്പോൾ വരുന്നത് 125 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 500 കോടി ടേൺ ഓവറും. ഇനി MSMEനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും എന്തിൻ്റെ ബേസിലാണ് ഓരോ സെക്ടേഴ്സിനെയും മൈക്രോ, സ്മോൾ, മീഡിയം എന്ന തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ ഇന്ത്യയിലെ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഒരു ഉദ്യം എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. അപ്പം ഈ പോർട്ടൽ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്തണം മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നത്. അപ്പോൾ ഈ ഉദ്യം പോർട്ടലിൽ ഈ ബജറ്റിൽ മൈക്രോ എൻ്റർപ്രൈസസ് കേന്ദ്രീകരിച്ച് 5 ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് കാർഡ്, 5 ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഈ മൈക്രോ എൻ്റർപ്രൈസസിന് കൊടുക്കുന്നതായിട്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഏകദേശം 10 ലക്ഷത്തോളം ക്രെഡിറ്റ് കാർഡുകളാണ്, അതായത് 10 ലക്ഷത്തോളം ക്രെഡിറ്റ് കാർഡുകളാണ് ഈ സ്കീം വഴി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഇതേ ഉള്ളൂ, ഉദ്യം പോർട്ടൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാലുള്ള ചോദ്യത്തിന് ഉത്തരം MSME സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും
അതുപോലെ തന്നെ ഉദ്യം വഴി മൈക്രോ എന്റർപ്രൈസസിന് 5 ലക്ഷം രൂപ വരെയുള്ള സ്പെഷ്യലൈസ്ഡ് ക്രെഡിറ്റ് കാർഡ് സ്കീംസുമാണ് ഈ ബജറ്റ് വഴി കൊടുക്കുവാൻ പോകുന്നത്. അപ്പം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് കാണുമായിരിക്കും. കൃഷി കാണുമായിരിക്കും, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി കാണുമായിരിക്കും, വിദ്യാഭ്യാസം കാണുമായിരിക്കും. അപ്പോൾ ഇതിലോട്ടൊന്നും നിങ്ങൾ പോകരുത്. ഉദ്യം പോർട്ടൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ MSMEയിലേക്ക് എത്തുക. സ്പെഷ്യലൈസ്ഡ് ക്രെഡിറ്റ് കാർഡ് സ്കീം എന്ന് പറയുമ്പോൾ അപ്പോൾ മൈക്രോ എന്റർപ്രൈസസിന് വേണ്ടിയിട്ട് ഉദ്യം പോർട്ടൽ വഴി കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത എന്താണ്? 2020 ജൂണിൽ ആരംഭിച്ച PM സ്വാനിധി യോജനയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അപ്പോൾ ഇത് നിരവധി ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. PM സ്വാനിധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതായത് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി അല്ലെങ്കിൽ PM സ്വാനിധി യോജനയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്കിതിൽ ഏതിലായിട്ടാണ് ഏത് ഓപ്ഷനിലേക്കാണ് എത്തേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ്. അപ്പോൾ അതായത് തെരുവ് കച്ചവടക്കാർക്കാണ് സൗജന്യ റേഷൻ നൽകുകയാണോ? അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സിനുള്ള ആത്മനിർഭർ നിധിയാണ്. അപ്പോൾ ഇത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് കൊടുക്കുന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ കൊടുക്കുന്നതാണെന്ന് മനസ്സിലായി തന്നെ ഇതല്ല എന്നും വ്യാപാരികൾക്കുള്ളതല്ല എന്നും നഗരത്തിലെ ദരിദ്രർക്കുള്ളതല്ല എന്നും നമുക്ക് മനസ്സിലായി. അപ്പം ഒന്നെങ്കിൽ A ഓപ്ഷൻ അല്ലെങ്കിൽ B ഓപ്ഷൻ ആണ്. അപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്മെൻറ്റ് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സ്കീമായിരിക്കും. അവരിലേക്ക് ഡെവലപ്മെൻറ്റ് എത്തിക്കണമെങ്കിൽ അവർക്ക് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ടാവണം. അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം, സ്ട്രീറ്റ് വെൻഡേഴ്സിന് എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ടാവുക? അവർ ഇപ്പം നോക്കി നടത്തുന്ന അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം. അതിനെന്താണ് വേണ്ടത്? ഫൈനാൻസ് ആണ് വേണ്ടത്. ആ ഫൈനാൻസിന് വേണ്ടി കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ചെറിയ അളവിലുള്ള വായ്പ, അതായത് മൈക്രോ ലോൺസ് കൊടുക്കുന്നതാണ് PM സ്വാനിധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം തെരുവ് കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഓപ്ഷനുകൾ ഉണ്ട് എങ്കിലും നിങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് ഫൈനാൻസ് ആണ് വേണ്ടതെന്നും ആ ഫൈനാൻസ് ലഭിക്കുന്നതിനായിട്ട് മൈക്രോ ലോണുകളാണ് ഈ PM സ്വാനിധിയിലൂടെ കൊടുക്കുന്നതെന്ന് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ബജറ്റിൽ വരുമാനം എങ്ങനെ കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ചെലവ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് അവലോകനമുണ്ടാവും, എസ്റ്റിമേറ്റുകൾ ഉണ്ടാവും. അവലോകനമല്ല, എസ്റ്റിമേറ്റ് ഉണ്ടാവും, കണക്കാക്കലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബജറ്റിൽ റുപ്പീസ് കംസ് ഫ്രം, എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ വരുമാനം കിട്ടുന്നത് എന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് 24%. 24% റുപ്പി, അതായത് വരുമാനം എവിടെ നിന്നാണ് കിട്ടുന്നത്? ബോറോവിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിൽ നിന്നാണ് 24% നമ്മൾ വരുമാനം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അടുത്ത എന്താണ്? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലേസ് എന്നത്. ഇതിനകത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇങ്ങനെയായിരിക്കും, അറേഞ്ച് ചെയ്യാനായിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ വരുമാനം എവിടെ നിന്നാണ് കിട്ടുന്നത് തുടങ്ങി അതിൽ കുറവ്, അതായത് ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലായി, ആദ്യത്തേത് ബോറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അപ്രോക്സിമേറ്റ് 24% റുപ്പി കംസ് ഫ്രം ബോറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഇനി അടുത്തത് എന്താണ്? 24 തൊട്ട് പുറകിലുള്ളത് ഇൻകം ടാക്സ് ആണ്. നമ്മൾ അടയ്ക്കുന്ന നമ്മുടെ ഇൻകത്തിൻ്റെ ടാക്സ് ആണ് 22% വരുന്നത്. ഓക്കെ, 22% ഇൻകം ടാക്സ് ആണ്. ഇനി മൂന്നാമത്തേത് എന്താണ്? 18% GSTയും അതർ ടാക്സും വരുന്നുണ്ട്. ഇത് 18%. ഇനി നാലാമത്തെ എന്താണ്? കോർപ്പറേഷൻ ടാക്സ്. അപ്പോൾ GST ചോദ്യത്തിൽ കാണും. ആദ്യം തന്നെ GST ആണ് ഏറ്റവും കൂടുതൽ ടാക്സ് ആണല്ലോ പിരിക്കുന്നത്, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലേക്ക് പോകരുത്. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ബോറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസിൽ നിന്നാണ്. നമ്മൾ വായ്പ, അതായത് നമ്മൾ കടം മേടിച്ചാലും പണം ഇങ്ങോട്ട് എത്തുകയാണ് എന്ന ഒരു ലോജിക്കാണ് ഇവിടെ വർക്കാവേണ്ടത്. അല്ലാതെ ഇത് ബോറോവിങ് അല്ലേ, കടമല്ലേ എന്നൊന്നും വിചാരിക്കരുത്. ഇതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്, പണം എത്തുന്നുണ്ട്.
അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. 24% ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റി, 22% ഇൻകം ടാക്സും, മൂന്നാമത്തെ ഫാക്ടറാണ് GST എന്ന് പറയുന്നത്. ശേഷം വരുന്നത് കോർപ്പറേഷൻ ടാക്സ് ആണ്. പിന്നെ ബാക്കിയുള്ളതൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഈ ഒരു ഓർഡർ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 90% ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. പിന്നെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഇനിയുള്ളത് 9% നോൺ ടാക്സ് റെസിപ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കസ്റ്റംസ് ഡ്യൂട്ടിയും. അതുപോലെ തന്നെ 1% നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും. അപ്പോൾ ഈ 1% കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ നമുക്കിത് ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാക്റ്റ് ഇവിടെ ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയാണ് വരുമാനം വരുന്ന സ്രോതസ്സുകൾ. ഇനി എങ്ങോട്ടാണ് ഈ പണം പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ റുപ്പീസ് ഗോസ് ടു ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് 22% ഉണ്ട് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടി. സെൻട്രൽ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന ടാക്സസിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഷെയർ ആണ് ഈ 22% എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ്, സ്റ്റേറ്റ്സിൻ്റെ ഷെയർ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് 22%. അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം പോകുന്നത്. രണ്ടാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. വ്യത്യസ്തമായിട്ടുള്ള ലോണുകൾ എടുക്കാറുണ്ട്, പുറമേ നിന്നും എടുക്കാറുണ്ട്, ഉള്ളിൽ നിന്നും എടുക്കാറുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളാണ് 20%. ഇത് 1 ആണ്, ഇത് 2 ആണ്. ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ളത് 20% ഉള്ളത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അപ്പം 22% സ്റ്റേറ്റിന് കൊടുക്കുന്ന ടാക്സിൻ്റെ ഷെയർ ആണ്, 20% ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഇനി വരുന്നത് 16% ആണ് സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതായത് നമ്മുടെ സ്കീമുകളെ ഡിഫറൻ്റ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം കേന്ദ്ര സർക്കാർ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്നതാണ് സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്, 16% സെൻട്രൽ സെക്ടർ സ്കീം. അപ്പോൾ ആദ്യത്തെ 3 ഒന്ന് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ഒന്നാമത്തേത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആണ്, രണ്ടാമത്തേത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും, മൂന്നാമത്തേത് സെൻട്രൽ സെക്ടർ സ്കീമിലേക്ക് കൊടുക്കുന്നതുമാണ്. പിന്നെ എന്താണ് വരുന്നത്? 8%, 1, 2, 3, 4 ഉണ്ട്, 8% ആണ്. ഡിഫൻസ് 8% ആണ്. ഫൈനാൻസ് കമ്മീഷൻ്റെ അതർ ട്രാൻസ്ഫേഴ്സ് 8% ആണ്. സെൻട്രൽ സ്പോൺസേർഡ് സ്കീമുണ്ട്, സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ ഫൈനാൻസ് ഡിവൈഡ് ചെയ്തെടുക്കുന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകളുണ്ട്. അതുപോലെ തന്നെ അതർ എക്സ്പെൻഡിച്ചറുണ്ട്. ഇതെല്ലാം 8% ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇനി ഏറ്റവും കുറവ് ഇതിനകത്ത് വരുന്നത് ഏതാണ്? പെൻഷനാണ്. 4% ഏകദേശം പെൻഷന് കൊടുക്കുന്നത്. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്റ്റ് കിട്ടും നോക്കുക. അപ്പോൾ ആദ്യത്തെ 3 ഇതാണ്. പിന്നീട് 4 പോയിന്റുകളും 8% ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുന്നത് പെൻഷൻ ഏറ്റവും കുറവാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ഡെഫിസിറ്റ് ട്രെൻഡ് ആണ്. അതായത് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ കുറവാണ്. ഓക്കെ, നമുക്കറിയാം ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ധനനയത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിയററ്റിക്കലായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ആദ്യത്തെ എടുക്കാം ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഗവൺമെൻറ്റിൻ്റെ ബോറോവിങ്ങുകളെയാണ്. എത്ര രൂപയാണ് ഗവൺമെൻറ് കടമെടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇത് കണ്ടുപിടിക്കാനുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇത് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്, ബാധ്യത ഉണ്ടാക്കാത്ത തരത്തിലുള്ള നോൺ ഡെറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ കൂടെ റവന്യൂ റെസിപ്റ്റ്സ്, അതായത് നമ്മൾ ദൈനംദിനമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടാക്സ് ഇതര വരുമാനങ്ങളുമായിട്ട്, ഇത് രണ്ടും കൂടെ ആദ്യം നമുക്ക് കൂട്ടുക. അതിനുശേഷം മൊത്തം എക്സ്പെൻഡിച്ചറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2021, 22, 23 മുതൽ 2025, 26 വരെയുള്ള ഗ്രാഫാണ് ബജറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ ഫിസിക്കൽ ഡെഫിസിറ്റിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൗൺവേർഡ് ട്രെൻഡാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസീപ്റ്റ്സ് കുറയ്ക്കുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈനംദിനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റെക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റെസീപ്റ്റ്സിനെയാണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ്. അതായത് സാലറി കൊടുക്കുക, എംപ്ലോയീസിന് സാലറി കൊടുക്കുക, ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറി കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, സബ്സിഡി, ഇതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് ഉൾക്കൊള്ളും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഡൗൺവേർഡ് ട്രെൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. കുറേ വർഷങ്ങളായിട്ട് തന്നെ കോൺസിക്യൂട്ടീവായിട്ട് ഡൗൺവേർഡ് ട്രെൻഡാണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഇത് 2021-22 തുടങ്ങുന്നത്. അത് മുതലുള്ള ഡാറ്റയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് എന്നല്ല. 2021-22 മുതൽ ഈ കാലയളവ് വരെ കൃത്യമായിട്ടുള്ള ഡൗൺവേർഡ് ട്രെൻഡിലാണ് റവന്യൂ ഡെഫിസിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താണ്? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഈ റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ കുറയ്ക്കുക. ഗ്രാൻറ്റുകൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഇതും കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺവേർഡ് ട്രെൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്? ഫിസിക്കൽ ഡെഫിസിറ്റിനകത്തു നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. അപ്പോൾ ഈ പ്രൈമറി ഡെഫിസിറ്റിനും യാതൊരു മാറ്റമില്ല, കോൺസിക്യൂട്ടീവായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ധനക്കമ്മികൾ, അതായത് ഈ കുറവുകൾ അല്ലെങ്കിൽ ഡെഫിസിറ്റുകൾ, ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിക്കോട്ടെ, റവന്യൂ ഡെഫിസിറ്റ് ആയിക്കോട്ടെ, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ആയിക്കോട്ടെ, പ്രൈമറി ഡെഫിസിറ്റ് ആയിക്കോട്ടെ, 2021-22 മുതൽ ഈ 4 ടൈപ്പ് ഓഫ് ഡെഫിസിറ്റുകളും കോൺസിക്യൂട്ടീവായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ചോദ്യപേപ്പറിൽ ഇങ്ങനെ കാണാം, 2021-22 ശേഷം ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി പിന്നെ കുറഞ്ഞു, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവായിട്ട് കൂടുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവായിട്ട് കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഡെഫിസിറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഡെഫിസിറ്റുകളാണ്. അപ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്. കടമൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കും, ഓർക്കും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴത്തേക്കും. പക്ഷേ ഒരിക്കലും ഓർക്കരുത്, ഡെഫിസിറ്റുകൾ ഏത് ഡെഫിസിറ്റ് ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, റവന്യൂ ആയിക്കോട്ടെ, പ്രൈമറി ആയിക്കോട്ടെ, എഫക്റ്റീവ് റവന്യൂ ആയിക്കോട്ടെ, അത് കോൺസിക്യൂട്ടീവായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് 2021-22 മുതൽ. ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിസിറ്റുകൾ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചില ടേംസുകളുണ്ടല്ലോ, ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ഇതെല്ലാം വളരെ ലഘുവായിട്ട് എക്കണോമിക്സിൻ്റെ പോർഷൻസിൽ, എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോവും. ബജറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവും. അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസീനെ പറ്റി നമ്മൾ പറഞ്ഞു പോവും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു മിറാക്കിൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 40 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ടാണ് ഈ മിറാക്കിൾ ക്രാഷ് ബാച്ച് റൺ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 80 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കാണും, 10 മോഡൽ എക്സാംസ് കാണും, 40 ദിവസത്തിൻ്റെ മിറാക്കിൾ ടൈം ടേബിൾ കാണും. അപ്പോൾ ഇത് വെച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ ഉറപ്പാക്കാം. ആ വിശ്വാസം നിങ്ങളിൽ വേണം, ഞങ്ങളൊപ്പം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമൻസിൽ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്, പിൻ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ 80 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു മിറാക്കിൾ ക്രാഷ് ബാച്ചിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. 80 മണിക്കൂറിൽ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് പോകുന്നത്. എല്ലാവരും ജോയിൻ ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നിങ്ങൾക്കുള്ളതാവട്ടെ. താങ്ക് യു.